ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസറും നിങ്ങൾ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അത് അന്നത്തെ ചോരത്തിളപ്പിന് അതിപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിന്റെ ഓഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടേ. ഏതള്ളേ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുത്തിയെന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി. സഹിക്കാൻ പറ്റിയില്ല കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ നമുക്കിട്ടെന്ന് വെച്ചല്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ട്രാക്ഷൻ വേണം. ട്രാക്ഷൻ വരുമ്പോൾ അതിന് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ അത് റവന്യൂയി മാറും. റവന്യൂ എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് അയാൾ ശരിയാണ്, അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനാണെന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാം കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഒരാൾ പറയണേ ഞാൻ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഐ തിങ്ക് ഐ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. ഓക്കെ, ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമില്ല, ബിക്കോസ് ഞാൻ അരി മേടിക്കാനാണെന്ന്. കോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഞാനും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പണിയെടുക്കുന്നത്. പുള്ളിയും അത് ചെയ്യണേ. പുള്ളിയുടെ വീട്ടിൽ ഞാൻ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ. അതേതായാലും നന്നായി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പുള്ളിയുടെ വീട്ടിൽ അച്ഛനും ഉണ്ടാവും, അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുഹൃത്തുക്കളെ, കുട്ടികളോ ഹോയറിട്ട് ഈ അരി ആ വീട്ടുകാർ തന്നെ കഴിക്കണ്ടാവുക. വിചാരം എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അപ്പൊ എന്റെ തെറി കേട്ടിട്ട് ഒരു വീട്ടിൽ ഒരു അരി വാങ്ങേണ്ട ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ വെൽക്കം ഇറ്റ്. എനിക്ക് പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അത്രയും പറയാം. ബിക്കോസ് അയാൾ പറയാനില്ല ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇതിനാണെന്ന്. പക്ഷെ അരി മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ സത്യത്തിൽ അന്നോട്ട് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അതെ, വയറ്റിപ്പഴപ്പല്ലേ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.